കൊതിക്കുന്ന വഴിയരികത്ത് തണലൊരുക്കാൻ വാ ആലൂലം താലൂലം ഒരു തരി കുങ്കുമവും കുനുമണി ചന്ദനവും പുൽത്താലത്തിലെ പൊന്നാണ്യങ്ങളും പൂമാല്യങ്ങളും തന്നാനം തന്നാനം. ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു പൊമ്മിയപ്പോ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു Q&A വീഡിയോ ചെയ്യാൻ വിചാരിച്ച്, അത് മാത്രമല്ല എൻ്റെ ഫസ്റ്റ് ട്രൈമിസ്റ്റർ എക്സ്പീരിയൻസ് നിങ്ങളടുത്ത് ഷെയർ ആക്കാൻ വിചാരിച്ച്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ടായി, അപ്പോൾ അതിനുള്ള ആൻസേഴ്സും തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ്ക്ക് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ച്. അവിടെ നല്ല വെയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഡയറിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 2023 ഡയറിയാണ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഷെയർ ആക്കാൻ പോകുന്നത് മൈ ഫസ്റ്റ് ട്രൈമിസ്റ്റർ എക്സ്പീരിയൻസ് ആണ്. അങ്ങനല്ലേ പ്രൊണൗൺസ് ആക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ പീരിയഡ്സ് സ്കിപ്പായത് എപ്പോൾ വെച്ചാൽ, ഞാൻ ബാംഗ്ലൂരിലാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോകുന്ന ഒരു 1-2 വീക്ക് മുമ്പ് എനിക്ക് പീരിയഡ്സ് ആയിട്ടുണ്ടായി ഇടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂർ പോയത്, എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പോയത്. അപ്പോൾ അവിടെ പീരിയഡ്സ് സ്കിപ്പായപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ആക്കിയിട്ടില്ല. ഒരു 10-12 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിട്ട് വന്ന്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയ ടൈമിലാണ് പീരിയഡ്സ് ഫസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്തത്. എനിക്ക് ബാംഗ്ലൂർ പോയപ്പോൾ പീരിയഡ്സ് ആയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ അതൊരു കറക്റ്റ് ഒരു ഓർഡറിൽ ഇങ്ങനെ ഡേറ്റും കാര്യങ്ങളൊന്നും ഓർത്തിട്ടൊന്നും ഞാൻ വെക്കാറില്ല. ആ ടൈം ആകുമ്പോൾ ആവും, ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടുണ്ടായത്. അപ്പോൾ പീരിയഡ്സ് സ്കിപ്പായത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. പക്ഷേ എനിക്ക് കുറച്ച് ഡേയ്സ് ആകുമ്പോൾ ഭയങ്കര ടയർഡ്നെസ് ഫീൽ ആവാൻ തുടങ്ങി. ഉറങ്ങാൻ തന്നെ വിചാരിക്കുന്ന, എന്തോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടായി. മെയിനായിട്ട് ടയർഡ്നെസ്, പിന്നെ സ്ലീപ്പിംഗ് ടെൻഡൻസി. 4 മണി വരെയെല്ലാം ഞാൻ കിടന്നിട്ട് ഉറങ്ങിയ ഒരു ഡേയ്സും ഉണ്ട്. പിന്നെ മൂഡ് സ്വിങ്സ് നല്ലോണം ഉണ്ടായി ആ ടൈമിൽ. പിന്നെ ഫസ്റ്റ് അങ്ങനെ ഒരു ഡേയ്സ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നെങ്കിലും ഞാൻ എൻ്റെ പീരിയഡ്സ് സ്കിപ്പായത് അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് ഒരു ഡൗട്ട് തോന്നി, ഭയങ്കര ടയർഡ്നെസ്സും പിന്നെ ഒരു സ്മെല്ലെല്ലാം ആവുന്നില്ല. ആ ഒരു ഇത് വരുമ്പോൾ ഒരു കിറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ആക്കിയിട്ട് നോക്കാമെന്ന്. അങ്ങനെ ടെസ്റ്റ് ആക്കിയിട്ട് നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുണ്ടായി. അപ്പോൾ അപ്പനോട് ഞാൻ ഷെയർ ആക്കിയിട്ടൊന്നുമില്ല ഞാനിങ്ങനെ പ്രഗ്നൻസി കിറ്റ് എടുത്തിട്ടുണ്ടെന്നും. ജസ്റ്റ് ഒരു ഡൗട്ടല്ലേ, അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ആക്കിയിട്ട് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കിറ്റിൽ ഫസ്റ്റ് മോർണിംഗ് യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ആക്കിയിട്ട് നോക്കുമ്പോൾ തന്നെ പോസിറ്റീവായിട്ട് കാണിച്ച്. എനിക്കൊരു ഐഡിയ ഉണ്ടായിട്ട് ഞാൻ ഭയങ്കര ഷോക്കായി, ഒരു സർപ്രൈസായി പ്രഗ്നൻ്റ് ആയതിൽ. അപ്പോൾ അപ്പനോട് അത് എന്നിട്ട് ഷെയർ ആക്കുമ്പോൾ 3 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പൻ്റെ റിയാക്ഷൻ വേണം, അതിൻ്റെ വീഡിയോ വേണം വിചാരിച്ചിട്ട് ഓരോ ഡേയ്സും ഇങ്ങനെ ഓരോ റീസണായിട്ട് ഡിലേ ആയി, അപ്പനോട് ഷെയർ ആക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വോമിറ്റിങ് സ്റ്റാർട്ടായി. എന്നെങ്കിലും എനിക്ക് അതിന് മുമ്പ് കുറച്ച് ഇങ്ങനെ എനിക്ക് കൈന്നേ ഉണ്ടായിട്ടില്ല, പനി വരുന്നുണ്ടായി. അപ്പോൾ ആ ഒരു ബോഡി വീക്കായിട്ട് വോമിറ്റിങ് ആയതെന്ന് അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ എനിക്ക് ഇത് പോസിറ്റീവ് ആയിക്കൊണ്ട് എനിക്കറിയാം. ഞാൻ വോമിറ്റാക്കിയ അന്നാണ് റിവീലാക്കിയത് അപ്പനോട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. പിന്നെ സ്മെല്ല്
ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഉണ്ടായ ആ ഒരു റൂമിൻ്റെ അപ്പുറത്ത് സ്മെല്ലെല്ലാം ഒട്ടും ആണെന്നുണ്ടായിട്ടില്ല. അത് ആ സ്മെല്ല് ഇതാകുമ്പോൾ തന്നെ ഭയങ്കര വോമിറ്റിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായി. പിന്നെ ഭയങ്കര അൺകംഫർട്ട് ഉണ്ടായി അവിടെ. അതൊരു മൂഡ് സ്വിങ്സിൻ്റെ ഭാഗമായിട്ടെല്ലാം എനിക്ക് എന്തെല്ലോ ആയിക്കോണുണ്ടായി അത്. പിന്നെ ഭയങ്കര സാഡ്നെസ്, ഇങ്ങനെ എന്താ റീസണൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ കരയും, അങ്ങനത്തെ എല്ലാം ഒരു ടൈപ്പ് മൂഡ് സ്വിങ്സ് നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റാത്ത കുറേ മൂഡ് സ്വിങ്സ് ആണെന്നുണ്ടായി. അപ്പോൾ ഉറപ്പിച്ച് എന്തെങ്കിലും പ്രഗ്നൻ്റ് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റാത്ത കുറേ ചേഞ്ചസ് ഉണ്ടായി. പിന്നെ ഫുഡായിരുന്നു അങ്ങനെ. ഇല്ലെങ്കിൽ ഞാനും അപ്പോൾ ഭയങ്കര ഫുഡിയാണ്. എന്നെങ്കിൽ എനിക്കൊന്നും തിന്നാൻ പറ്റുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒന്നും തിന്നാൻ പറ്റുന്നില്ല. ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട, ആ ഒരു രീതിയിലല്ലായി. ചിക്കനെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിഷ്. ചിക്കനിൽ എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ലൈക്ക്. എന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടായിട്ട് പോലും ഞാൻ തിന്നാത്ത ഇരുന്നേന്. ഓരോ മീറ്റിംഗ് എന്തോ പോലത്തെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. എന്താക്കാനോ എന്തൊരു ആക്ടിവിറ്റി ആക്കാനോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടേ ഇല്ല. ഫുള്ള് സാഡ്നെസ്, ഒരു മൂടി ആയിട്ടുണ്ടായത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഉറപ്പിച്ച് ഞാൻ പ്രഗ്നൻ്റ് ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കിറ്റിൽ ജസ്റ്റ് നോക്കിയത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് അതിൽ പ്രഗ്നൻസി പോസിറ്റീവായിട്ട് വന്നത്. പിന്നെ ആ ടൈമിൽ പെട്ടെന്ന് എടുത്ത ഡിഷാണ് എന്ത്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന്. ബിക്കോസ് അപ്പനും ഡ്യൂട്ടിൻ്റെ ടൈമിൽ എന്നെ കെയർ ആക്കാൻ പറ്റുന്നില്ല. പിന്നെ ഏതൊരു എമർജൻസിക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ജോബിലെല്ലാം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് റൂമിലുണ്ടാവും. സോ അങ്ങനെ നാട്ടിലേക്ക് ഞാൻ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ആക്കാനും എനിക്കെല്ലാം ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഈ ടൈമിൽ എൻ്റെ വെയിറ്റ് നല്ല ലോസ് ആയിട്ടുണ്ടായി. എന്താ റീസൺ ഒന്നും അറിയാല. പിന്നെ കറക്റ്റ് ഫുഡൊന്നും ഉണ്ടായിട്ട, അതിനോണ്ട് തന്നെ വെയിറ്റ് നല്ല ലോസ് ആയിട്ടുണ്ടായി. നാട്ടിലേക്ക് വരുമ്പോൾ കുറേ ഡിഫറൻസ് എൻ്റെ ബോഡിയിലുണ്ടായിരുന്നെങ്കിൽ കുറേ വെയിറ്റ് ലോസായി. എല്ലാവരും പറയുന്നുണ്ടായിന് ഭയങ്കര വെയിറ്റ് ലോസായിനി, പിന്നെ എൻ്റെ കോലം പോയിനി, അങ്ങനെയല്ലോ. അപ്പോൾ വോമിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഫാമിലിനോടെന്തോ. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് സർപ്രൈസ് ആയിട്ടാണ് വന്നതിന് ശേഷമാണ് ഫാമിലിനോട് പറയുന്നത് എന്താ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി റിയാക്ഷൻ തന്നെ. അങ്ങനെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായി റിയാക്ഷൻ. പിന്നെ നാട്ടിലേക്ക് വന്ന പിന്നെ വോമിറ്റിങ് സ്റ്റാർട്ടായി. എൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ കുറേ വോമിറ്റാക്കി. അങ്ങനെ പിന്നെ എനിക്ക് ഇങ്ങനെ ക്രേവിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇത് തിന്നാന്നെന്തോ കിട്ടിയതെല്ലാം തിന്നു, വോമിറ്റാക്കും. കുറേ സ്മെല്ലാന്നില്ല, കുറേ ഫുഡാന്നില്ല. ഞാൻ നോർമലി തിന്നുന്ന കാര്യങ്ങളൊന്നും തിന്നാൻ പറ്റുന്നില്ല. അങ്ങനെ ക്രേവിങ്സ് ഭയങ്കരമായിട്ട് അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തെങ്കിലും കുടിക്കാമെന്ന് കണ്ടിന്യൂസ് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് കണ്ടിന്യൂസ്ലി ആവുന്നുണ്ടായി. പക്ഷേ ഫുഡിലെന്താ അങ്ങനത്തെ ഒരു ക്രേവിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട ഇതുവരെ ഇല്ല. ഇപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാകും, പക്ഷെ ഫസ്റ്റ് ഉണ്ടായിട്ട. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കാനിങ്ങിലേക്ക് പോയി. അപ്പോൾ ആ ടൈമിന് അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് സ്കാനിങ്ങിന് പോയത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ ഭയങ്കര ഹാപ്പിയായി കൺഗ്രാറ്റ്സ് എല്ലാം പറഞ്ഞിട്ട് വിഷാക്കി. പിന്നെ എനിക്ക് എൻ്റെ പീരിയഡ്സിൻ്റെ ഡേറ്റ് ഓർമ്മയില്ലാത്തതുകൊണ്ട് സ്കാനിങ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞാനും അപ്പോൾ ഒന്നിച്ച് സ്കാനിങ്ങിന് പോയി. ഡേറ്റ് 22/10/2024 ആണ് നമ്മൾ ഫസ്റ്റ് സ്കാനിങ് ആക്കിയത്. അപ്പോൾ 10 വീക്സും 3 ഡേയ്സും ആയിട്ടുണ്ടായി.
നമ്മ ഭയങ്കര സർപ്രൈസായി. ഇത്ര ആയിന്ന് ഇതാക്കുമ്പോൾ പിന്നെ ഇഞ്ചക്ഷൻ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ഉണ്ടായി. അത് ഒരു 5 മന്തിനുള്ളിൽ 2 ഇഞ്ചക്ഷൻ എന്തോ വെക്കണമെന്നുണ്ടല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ആക്കിയിട്ട് നോക്കി. ബ്ലഡ് ടെസ്റ്റിൽ പോസിറ്റീവായിട്ട് വന്ന് എന്നിട്ടാണ് നമ്മൾ സ്കാനിങ് ആക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് ഫുൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായി, യൂറിൻ ടെസ്റ്റ് അതെല്ലാം ഉണ്ടായി. എല്ലാം അൽഹംദുലില്ലാ നോർമലായിട്ട് തന്നെ ഉണ്ടായി. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ്. ഒരു കുറേ മൂഡ് സ്വിങ്സ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ആയിരുന്നു. പിന്നെ കുറേ ഞാൻ ഇങ്ങനെ എന്താ അല്ലെങ്കിൽ കുറേ വയ്യായികൾ ഞാൻ സഹിക്കുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെ ഓവറായിട്ട് കാണിക്കൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് വയ്യായിക ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ കൺട്രോൾ ആക്കിയിട്ട് അങ്ങനെ കുറച്ചും കൂടി സഹിക്കുന്ന ഒരു പേഴ്സണാണ് ഞാൻ. അൽഹംദുലില്ലാ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഹത്തായി. ഇപ്പോൾ അൽഹംദുലില്ലാ വേറെ പ്രശ്നവും കാര്യങ്ങളെല്ലാം ഇല്ല. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു Q&Aയിലേക്ക് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് ഞാനിപ്പോൾ തരുന്നുണ്ട്. ഒരു 10-12 ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളത്. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് എത്ര മന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കറൻ്റ്ലി 5 മന്ത് കഴിഞ്ഞ് 6 മന്ത് ആവാറായി. ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഷെയർ ആക്കുന്നത്. ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് ഷെയർ ആക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ എനിക്ക് 5 മന്ത് കഴിഞ്ഞ് 6 മന്ത് ആവാറായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ആക്കിയത്? എനിക്ക് തോന്നുന്നു 11-12 ഡേയ്സ് ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ആക്കിയത്. തേർഡ് ക്വസ്റ്റ്യന്, ഇപ്പോൾ നമ്മൾ 6 ഇയർ ആയി നിൽക്കാൻ കഴിഞ്ഞിട്ട്, 3 ഇയർ ആയി റിസപ്ഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് എന്താ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് കുറേ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒന്നും ഉണ്ടായിട്ട. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രഗ്നൻസി പ്ലാനും ഉണ്ടായിട്ടില്ല. ഇപ്പോഴെങ്കിലും പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു അള്ളാൻ്റെ പ്ലാനാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഓക്കെ ആയിട്ടുണ്ടായി. ഇപ്പോൾ നമ്മൾ കാത്തിട്ട് ഇരുന്നിട്ട് അങ്ങനെ ഇതായതൊന്നുമല്ല. എന്തായാലും ഓക്കെ ആയിട്ടുണ്ടായി. ഇപ്പോൾ കുറേ ആളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് നല്ല സങ്കടമാണ്. എന്താണെന്നല്ലെങ്കിൽ കുറേ ആളിങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ ആവാത്ത കുറേ ആളിങ്ങനെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ആക്കുമ്പോൾ സങ്കടമാണ്. ഇൻഷാ അല്ലാ എല്ലാവർക്കും ആവും, അവർക്ക് എന്തെങ്കിലും ആവും. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചത് പീരിയഡ്സ് എല്ലാം റെഗുലറായിട്ട് ആണെന്നുണ്ടായാന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായി. അപ്പോൾ പീരിയഡ്സ് എൻ്റെത് റെഗുലറായിട്ട് ആണെന്നുണ്ടായി, പക്ഷേ എക്സാക്റ്റ് ഡേറ്റ് ഒന്നുമല്ല. ഒരു 5-10 ഡേയ്സ് എല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് മുമ്പ് ഒരിക്കൽ എനിക്ക് ഇങ്ങനെ പീരിയഡ്സ് സ്കിപ്പായിട്ടുണ്ടായി. 1 മന്ത് 2 മന്ത് അങ്ങനെ എന്തോ സ്കിപ്പായിട്ടുണ്ടായി. അപ്പോൾ ബ്ലഡിന് എന്തോ കൗണ്ട് കുറവാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിൻ്റെ ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ടായി. പിന്നെ ഞാൻ ഓക്കെ ആയി. പിന്നെ പീരിയഡ്സ് റെഗുലറായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ എക്സാക്റ്റ് ഡേറ്റ് ഒന്നുമല്ല, ഒരു 5-10 ഡേയ്സ് അങ്ങോട്ട് കൂടുതലാണ് വന്നത്. വേഗം എനിക്ക് പീരിയഡ്സ് ആകുന്നില്ല, കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിലും പീരിയഡ്സ് റെഗുലറായിട്ട് ആവുന്നുണ്ടായി, എല്ലാ മന്തും ആവുന്നുണ്ടായി. മാരേജ് കഴിഞ്ഞ് എത്ര ഇയറായി എന്ന് കുറേ ആൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നിൽക്കാൻ കഴിഞ്ഞിട്ട് 6 ഇയേഴ്സായി. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് മാരേജില്ല റിസപ്ഷൻ കഴിഞ്ഞ് 3 ഇയേഴ്സായി. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഒക്കെ തന്നെ ഉണ്ടായി. അപ്പോൾ 8 മന്ത് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഹസ്ബൻഡ് ഗൾഫ് പോയിട്ട് ഒരു 2 ഇയർ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ 3 ഇയർ ആകുമ്പോഴാണ് നമ്മൾ റിസപ്ഷൻ ആക്കിയത്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 6 ഇയേഴ്സായി. നിൽക്കാൻ കഴിഞ്ഞിട്ട് 6 ഇയേഴ്സായി. ശരി ചോദിക്കുന്നുണ്ട്, ഇത് പ്ലാൻഡ് ആയിരുന്നോ അല്ല ആക്സിഡൻ്റ് ആയിരുന്നോ? ഇത് ആക്സിഡൻ്റ് ആവാൻ എന്ത്?
ഓക്കെ, പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അല്ല തന്നെങ്കിൽ അത് ഹാപ്പി ആയിട്ട് സ്വീകരിക്കും, ഹാപ്പി ആയിട്ട് തന്നെ വെൽക്കം ആക്കും. ആ ഒരു രീതിയിൽ, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞങ്ങൾ രണ്ടാളുണ്ടായത്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ആക്കിയിട്ട് എടുത്ത ഡിസിഷനാണ്. അല്ലാതെ പ്ലാനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നല്ല, പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് പ്രഗ്നൻസി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, ഫസ്റ്റ് പ്രഗ്നൻസി ആണ്. പിന്നെ ഒരു ഇതുണ്ടാവും, ഒരു അൺടോൾഡ് സ്റ്റോറി ഉണ്ട്. അത് ഇൻഷാല്ല ഞാൻ മേ ബി ഫ്യൂച്ചറിൽ പറയാം. പിന്നെ ഒരാളെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്താ ആഫ്റ്റർ ഡെലിവറി എന്താ തടി കുറക്കാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്ലാൻ? അതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എന്താ ആഫ്റ്റർ ഡെലിവറി എനിക്ക് തടി വരും, എൻ്റെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ചിന്തിക്കുമ്പോൾ ഇൻഷാല്ല പറയാം. അപ്പോൾ എന്തെങ്കിലും ഡയറ്റ് ഫോളോയിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എന്തായാലും ഞാൻ എന്നെക്കുറിച്ചും എൻ്റെ ബേബിനെ കുറിച്ചല്ലേ ഞാൻ ചിന്തിക്കേണ്ടത്, അല്ലാതെ എൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത് ബേബീൻ്റെ നെയിം പ്ലാനിങ് ഉണ്ടോ. പ്ലാനിങ് ഉണ്ടോയെന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനെ റീൽസെല്ലാം കാണുമ്പോൾ ഓരോന്ന് സേവ് ആക്കിയിട്ട് വെക്കും. അല്ലാതെ ഡിസിഷനൊന്നും ആയിട്ടില്ല ഏത് നെയിം വെക്കാമെന്ന്. ഇൻഷാല്ല നല്ല രീതിയിൽ ബേബി ഹെൽത്തി ആയിട്ട് വന്നാൽ മതി. പിന്നെ ഇൻഷാല്ല നെയിമെല്ലാം പിന്നെ തീരുമാനിക്കാമല്ലോ. ഏതായാലും ഏത് ജെൻഡർ ആയാലും പ്രശ്നമൊന്നുമില്ല, ഫസ്റ്റ് ബേബി അല്ലേ. പിന്നെ ഫാമിലി റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും രണ്ടുന്നായിട്ട് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ആക്കാൻ പോകുന്നത്. ഫാമിലി റിയാക്ഷൻ, ഫാമിലിയിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു എല്ലാവരോട് പറയുമ്പോൾ. അപ്പോൾ ഫാമിലി റിയാക്ഷൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി. ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി. ഫാമിലിയിൽ പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നുണ്ടായി. വിശേഷം ഉണ്ടാ, വേണ്ടാന്ന് വെച്ചതാണ്, അങ്ങനെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായി. സോ ഫാമിലിയിൽ എല്ലാവരും ഹാപ്പി റിയാക്ഷൻ. പിന്നെ അപ്പൻ്റെ റിയാക്ഷന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പൻ്റെ റിയാക്ഷൻ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ താഴെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അപ്പൻ്റെ റിയാക്ഷന് എന്തെങ്കിലും ചെക്ക് ചെയ്യണം. അപ്പൻ്റെ റിയാക്ഷന് മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ പ്രഗ്നൻസിയിൽ എന്താണ് മിസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. പ്രഗ്നൻസിയിൽ ഫസ്റ്റ് അപ്പുണ്ടായി. ഇപ്പോൾ അപ്പോൾ ആ നാട്ടിലില്ല. സോ അപ്പനെ ഭയങ്കരമായിട്ട് മിസ്സാക്കുന്നു. അപ്പൻ്റെ കെയറിങ് മിസ്സാന്ന്, അപ്പനെ ഭയങ്കരമായിട്ട് മിസ്സാന്ന്. അടുക്ക് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം അടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ പ്രഗ്നൻസിയിൽ മിസ്സാകുന്നത് ട്രാവലാക്കുന്നത്, പിന്നെ അതെല്ലാം മിസ്സാകുന്നു പ്രഗ്നൻസിയിൽ. അല്ലാത്ത വേറെ മിസ്സാകുന്ന അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് മിസ്സായിക്കോണുണ്ടായി, ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയെല്ലാം ഉണ്ടായി. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നല്ലേ. സോ അങ്ങനെ വേറെ മിസ്സിങ് ഒന്നുമില്ല. ഇൻഷാല്ല ഇപ്പോൾ അപ്പോൾ വരുമ്പോൾ മെയിനായിട്ട് എനിക്കിപ്പോൾ മിസ്സുള്ളത് അപ്പനെ മാത്രം. വേറെ മിസ്സിങ് അങ്ങനെ എന്തുമില്ല. എനിക്ക് ഭയങ്കര കംഫർട്ടുള്ളത് അപ്പൻ്റെ ഒക്കെ തന്നെ. അപ്പോൾ അപ്പനെന്തായാലും നല്ലോണം മിസ്സാണ്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും മിസ്സില്ല. പിന്നെ കുറേ ആൾ ഇങ്ങനെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഇയേഴ്സായിട്ടും ബേബി ആവാത്തപ്പോൾ ആരും ബേജാറാവണ്ട. ഇൻഷാല്ലാ ഒരിക്കൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബേബി ആവും. ആ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റട്ടെ എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നാച്ചുറലി പ്രഗ്നൻ്റ് ആവാൻ നോക്കുക. പിന്നെ ഹോർമോണൽ ചേഞ്ച്, ബോഡിയിൽ ചേഞ്ച്, പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ അല്ല
നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻ എടുക്കുക. കുറേ ആൾ ഇങ്ങനെ കാത്തിട്ട് വെയിറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ബേബീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെന്തായാലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുടങ്ങുന്നതായിട്ടുണ്ടാവും നല്ലത്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും ആവും. കുറേ ഇയേഴ്സായിട്ട് ആവാത്ത ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയിലായതുകൊണ്ട് ഇവിടെ അടുത്തുള്ളതായതുകൊണ്ട് കുറേ ഇയേഴ്സായിട്ട് ആവാത്ത ഇപ്പാന്ന് പറയലുണ്ട്. പിന്നെ പിന്നെ ഒരു 2, 3, 4 ബേബീസ് എല്ലാം ആകുന്നവരുണ്ട് 1-2 ഇയർ ഗ്യാപ്പിൽ തന്നെ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്കും ആവും. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. പ്രഗ്നൻസിൽ ഉള്ളവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ പ്രഗ്നൻസിൽ ഉള്ളപ്പോൾ ഫാമിലി ആയാലും ആരായാലും വന്നിട്ട് ഇപ്പം അവരുടെ കുറേ ഇതുണ്ടാവും, അവർക്ക് വയ്യായിക ഇതെല്ലാം ഉണ്ടാവും. അപ്പം എല്ലാവരും അത് കാണിക്കണം, അങ്ങനെ ഇതാക്കണമെന്നില്ല. അപ്പം പരമാവധി അവർക്ക് പോസിറ്റീവായിട്ട് തന്നെ എൻകറേജ് ചെയ്യുക. അല്ലാതെ ഞാൻ ഇതിനേക്കാളും അനുഭവിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അപ്പുറം അനുഭവിച്ചിട്ടുണ്ട്, നിനക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ, അങ്ങനെയല്ല പറയേണ്ടത്. അവരെ മെൻ്റലി ഹാപ്പിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സാഡാക്കാതിരിക്കുക. പിന്നെ പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, കമൻറ്റ് ബോക്സിലും ചോദിക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുക്കുന്നുണ്ട്, അതിലും ചോദിക്കുക. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. തളിരണിഞ്ഞൊരു കിളിമരത്തിലെ കണിമ